ഗുഡ് മോർണിംഗ് രായ. ഇങ്ങനെ സുഖിച്ച് കിടക്കും. ഒരു വല്ലാത്ത സുഖം, ഒരു വല്ലാത്ത സുഖം. രാവിലെ അറിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഞാനിപ്പോൾ വെറുതെ ടി വി ഫോൺ നോക്കിയപ്പോഴേ ആശാവർക്കർമാർ അടിയന്തരമായിട്ട് ജോലി കയറുക, അന്ത്യശാസനം. ശ്രീലത എത്രയും പെട്ടെന്ന് ജോലി കയറുക, അന്ത്യശാസനം. അവർ അന്ത്യശാസനത്തിന് വേണ്ടി അന്ത്യശാസനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറയരുത്. എൻ്റെ ഇപ്പോഴുള്ള എൻജോയ്മെൻറ്റ് ദയവ് ചെയ്ത് കളയരുത്. അയ്യോ, 15 ദിവസം വെയിലും മഴയും പൊടിയും കൈക്കുഞ്ഞുങ്ങളുമായി വന്നവർക്ക് അന്ത്യശ്വാസനം, അന്ത്യശാസനം, അന്ത്യശ്വസനമല്ല, അന്ത്യശാസനം. എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറുക. ഇന്നലെ മലപ്പുറത്ത് നിന്ന് എനിക്ക് അയച്ച ലേഡീനി എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തേ? എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറുക. നമ്മളോടൊന്നും പറയല്ലേ, നമ്മൾ എൻജോയ് ചെയ്യുന്ന ലൈഫ്. അതിൻ്റെ ഇടയിൽ പറയല്ലേ, ഈ ആസ്വാദനത്തിൻ്റെ ഇടയിൽ ഇടപെടാൻ പാടില്ല. നമ്മളങ്ങനെ പാറിപ്പറക്കുന്നു. പിന്നെ അത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ജോലി കയറാനെന്നുള്ള അന്ത്യശാസനമൊന്നും പുറപ്പെടുവിക്കരുത്. ജോലി കയറേണ്ട സമയമായിട്ടില്ല. കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ പോയി ശ്രീലതക്ക് അന്ത്യശാസനം എന്നൊന്നും പറയരുതേ. കാര്യങ്ങൾ കുറേ കൂടി എനിക്ക് നടക്കാനുണ്ട്. കുറേ സംഭവങ്ങളായിട്ട് മുന്നോട്ടൊക്കെ പോകാനുണ്ട്. അന്ത്യശാസനം എന്ന് രായൻ ഇപ്പം പുറപ്പെടുവിക്കരുതേ രായ. അങ്ങനത്തെ കടുങ്കയൊന്നും രായൻ ചെയ്യല്ലേ. നിങ്ങളെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തീരണ്ടേ. എൻ്റെയും നിൻ്റെ കൂട്ടാളികളെയും കഥ പരസ്യമായിട്ട് പറയാനുള്ള അവസരം താടേ. എന്നിട്ട് അന്ത്യശാസനം പുറപ്പെടുവിച്ചുവിടൂ. ആ പാവങ്ങളെ മേലെ അന്ത്യശാസനം അടിച്ചേൽപ്പിച്ചു. എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കല്ലേ. എനിക്ക് കുറേ ദൗത്യങ്ങളുണ്ട് വെളിയിൽ കുറേ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യത്തിലേക്ക് എത്താൻ സഹായിക്കണം, കൂടെ നിൽക്കണം രായ. 100% രായനുണ്ടെന്ന വിശ്വാസത്തോടെ ഗുഡ് മോർണിംഗ് എവരിബഡി.